SSF തിരൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ജൂൺ 20-21 തീയതികളിലായി പറവണ്ണയിൽ വെച്ച് നടക്കും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ചെറുശോല അബ്ദുൽ ജലീൽ സഖാഫി ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് തിരൂർ സോൺ അധ്യക്ഷൻ സൈദൽവി ഫൈസി പ്രാർത്ഥന നിർവഹിക്കും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ചെറുശോല അബ്ദുൽ ജലീൽ സഖാഫി പരിപാടി ഉദ്ഘാടനം ചെയ്യും. VS ജോയ് MLA മുഖ്യാതിഥിയാകും. SSF മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇല്യാസ് സഖാഫി പ്രമേയ പ്രഭാഷണം നടത്തും. SSF തിരൂർ ഡിവിഷൻ അധ്യക്ഷൻ MK സൽമാൻ സഖാഫി അധ്യക്ഷനാകും. SSF മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഫ്ലൽ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഇല്യാസ് നിസാമി എന്നിവർ സംബന്ധിക്കും. സമാപന സംഗമം SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ അബ്ദുൽ മജീദ് ആസനി ചെങ്ങാനി ഉദ്ഘാടനം ചെയ്യും. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ജാഫർ ഷാമിൽ ഇർഫാനി അനുമോദന പ്രഭാഷണം നടത്തും. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ സമദ് മുട്ടന്നൂർ, SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ തിരൂർ സോൺ ഭാരവാഹികൾ എന്നിവർ സംബന്ധിക്കും. 10 സെക്ടറുകളിൽ നിന്നായി 600 പേർ 180 മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. 33ാമത് എഡിഷൻ തിരൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ഈ മാസം ജൂൺ 20-21 തീയതികളിൽ പറവണ്ണയിൽ വെച്ച് നടക്കുകയാണ്. ഫാമിലി തലങ്ങൾ മുതൽ തുടങ്ങി ദേശീയ തലം വരെ ഇന്ന് സാഹിത്യോത്സവങ്ങൾ വികസിച്ചിട്ടുണ്ട്. 33ാമത് എഡിഷൻ തിരൂർ ഡിവിഷൻ സാഹിത്യോത്സവമാണ് ഇത്തവണ കരകയറ്റുന്ന ജീവിതങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കാനിരിക്കുന്നത്. ഉദ്ഘാടന സെഷൻ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ ജലീൽ സഖാഫി ചെറുശോല ഉദ്ഘാടനം ചെയ്യുന്നു. തവനൂർ മണ്ഡലം MLA VS ജോയിയാണ് അതിഥിയായി വരുന്നത്. SSF സ്റ്റേറ്റ് മുൻ സെക്രട്ടറി ഇല്യാസ് സഖാഫി കൂമണ്ണ പ്രമേയ പ്രഭാഷണം നടത്തും. അതോടൊപ്പം സ്റ്റേറ്റ് ജില്ലാ ഭാരവാഹികൾ SSF സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഇല്യാസ് നിസാമി, അതുപോലെ SSFൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഫ്ലൽ, SYS SSF ജില്ലാ ഡിവിഷൻ ഭാരവാഹികൾ ഉദ്ഘാടന സെഷനിൽ സംബന്ധിക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് അഹ്സനി ചെങ്ങാനി ഉദ്ഘാടനം ചെയ്യും. സമാപന സെഷനിൽ അനുമോദന ഭാഷണം നടത്തി SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജാഫർ ഷാമിൽ ഇർഫാനി സംസാരിക്കും. MK സൽമാൻ സഖാഫി, K മുഹമ്മദ് ഷമീം, KP അൻസാർ സഖാഫി, സുഹൈൽ നൂർ, VP ജംഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ.